ഇത് എന്റെ കരിയറിലെ റിട്ടയർമെന്റ് ആണ്. റിട്ടയർമെന്റ് പണി 1.5 പണിയായിരിക്കും. എനിക്ക് ജട്ടി ഇഷ്ടം. അന്ന് ജഡ്ഡി ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. 3 എന്തോ ബാക്കിയുണ്ട്, വേണോ? വേണ്ട. ഡിസൈനൊക്കെ പോയി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അല്ല ജഡ്ജി കാർത്തിക്കിന്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞു ഒറ്റ അടിയൊക്കെ മണിയടിക്കാന്നൊക്കെ പറയുന്നത്. നിന്റെ ചന്തിയിൽ 3 കാർത്തിക്കിന് അത്ര ഇഷ്ടമെന്ന് പറഞ്ഞു, അത് ചന്തിയിൽ തന്നെ ഒട്ടിക്കാൻ പറഞ്ഞു. എന്ത് പണിയാണ് ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ അറിയാമൊന്നുമില്ല. ഞാനും കാർത്തിക്കും തമ്മിൽ ചെറിയ ചെറിയ കുസൃതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, എന്റെ കല്യാണത്തിന് അവൻ കാണിച്ച കുസൃതി. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ബർത്ത്ഡേക്ക് കൊടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഭയങ്കര ഹൈപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹൈപ്പിന്റെ കാര്യമൊന്നുമില്ല, എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സന്തോഷം ഞാൻ കൊടുക്കുന്നുണ്ട്. എന്താ പറയുന്നുണ്ട് ബാക്കിൽ? ഇവനാ മെയിൻ പണി കൊടുക്കുന്നത് ഫസ്റ്റ് നൈറ്റിന്. അവനെ തൂക്കി ഇവനെ ഫസ്റ്റ് നൈറ്റിന് ഇവന്റെ വീട്ടിൽ ചെന്നിട്ട് ഇവനെ ഷർട്ട് ഇടാതെ പെണ്ണുങ്ങളുടെ ഇന്നർ ഇട്ട് ഇവനെ വെളിയിലിറക്കി ഡാൻസ് കളിപ്പിച്ച് വെള്ളം ബക്കറ്റ് കുളിപ്പിച്ചു ദോശ എങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചാണ്. തിരിച്ച് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് നൈറ്റ് നിങ്ങൾക്ക് അവിടെ വരാൻ പറ്റുമോ? പണി എല്ലാരും കാണട്ടാ. എനിക്ക് ലൊക്കേഷൻ ഇട്ട് കേട്ടെ, കഴിഞ്ഞാൽ വരും ഉറപ്പായിട്ടും. ഇവരെന്തെങ്കിലും പറയും, ഈ കാർത്തിക് സൂര്യകാട്ടി ആഗ്രഹിച്ചിരുന്ന ഈ കല്യാണം നടക്കുന്നത് മാഹിമച്ചാനാണ് ഞാൻ അറിഞ്ഞത്. ഒരു പണി കൊടുക്കാൻ വേണ്ടി അത്രയും കാത്തിരിപ്പാണ്. ഒരു കാത്തിരിപ്പനത്തെ ഞാൻ ഇതിൽ ഒരു കാര്യം പറയാം. ഞാൻ ഇനി എന്റെ ജീവിതത്തിൽ ഇതേപോലത്തെ ചുക്കിടി പരിപാടികളൊന്നും ഞാൻ ചെയ്യില്ല. കാരണം ഞാൻ ഇത് ഇവിടെ വെച്ച് നിർത്താൻ പോവാണ്. ഇത് ഒരു സന്തോഷം. കല്യാണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഹാപ്പിനെസ്. ആർക്കുള്ള സന്തോഷം? എനിക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും ഒരു സന്തോഷം. പണി കൊടുക്കുന്നതല്ല, ഞാനിനി ഇങ്ങനെ പണിയൊന്നും കൊടുക്കാൻ പോകില്ല. ഇത് ഞാൻ എന്റെ ലാസ്റ്റ് പണിയാണ്. എല്ലാവർക്കും കേൾക്കേ പറയാണ്, ഞാനിനി ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും ഇറങ്ങില്ല. ഇത് എന്റെ കരിയറിലെ റിട്ടയർമെന്റ് ആണ്. റിട്ടയർമെന്റ് പണി 1.5 പണിയായിരിക്കും. അത്ര ഒന്നുമില്ല. ഞാൻ അങ്ങനെ ഇപ്പൊ അങ്ങനെ ചെറിയ പരിപാടികളാണ് ഇതൊക്കെ. ഇത് ഓരോരുത്തരും ഇപ്പം ഒടിയൻ ഇറങ്ങിയപ്പോ എന്തായിരുന്നു, അയ്യോ ഭയങ്കര സാധനം എന്നൊക്കെ പറഞ്ഞില്ല. അപ്പം ലാലേട്ടന്റെ സിനിമ കണ്ടിട്ട് പലരും പറയുമ്പോൾ അത്ര പോരാ, ഓക്കെ ആണ്, പക്ഷെ അടിപൊളിയാണ്, തുടരും. എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിലർ പറയാം ഓക്കെ എന്നെല്ലാം പറയില്ല. അപ്പൊ അതിനോടാണ് കമ്പാരിസൺ. ഇപ്പൊ മോഹൻലാൽ പടങ്ങളോടാണ് എന്താണ് മാഹിമച്ചാന്റെ പണി. നീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീ പഠിക്കുന്നുണ്ടോ? എന്തിന്? അല്ല, എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? മാഹിമച്ചാന്റെ സംസാരം കേട്ടിട്ട് ഇങ്ങനെ വരുന്നത്. വേറെ ജീവിതത്തിൽ കോളേജിലെല്ലാം ഇല്ല ഒന്നുമില്ല. അങ്ങോട്ട് ഇന്ന് ഈ ഒരു ദിവസത്തിനായിട്ട് കാത്തിരിക്കുക. ഏത് കല്യാണം കഴിഞ്ഞതിന് ശേഷം? കല്യാണം കഴിഞ്ഞ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാനൊരു ഷേക്കൻ്റെ അടുത്ത് അങ്ങ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല. ഭയങ്കര ചുമ്മാ കാർത്തിക്കിന്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞു ഒറ്റ അടിയൊക്കെ മണിയടിക്കാന്നൊക്കെ പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെയൊക്കെ വന്ന് ഓർമ്മിപ്പിച്ചിട്ട് പോയപ്പോൾ വീണ്ടും ഒരു ത്വര. ഇതില് പാർട്ട്നേഴ്സ് ആയിട്ട് കാര്യം വരുന്നുണ്ട്. ഈ പണിയിലെ പാർട്ട്നേഴ്സ് ആയിട്ട് ജഡ്ഡി കച്ചവടം അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജഡ്ഡിയൊക്കെ ചീപ്പ് പരിപാടിയാണ്. അപ്പൊ ഹൈ ക്ലാസ് ആണ്, വീണ്ടും ക്ലാസ് കൂട്ടിയൊക്കെ ചീപ്പ് പരിപാടി. അതൊക്കെ കാലം കഴിഞ്ഞില്ലേ? ജട്ടി എല്ലാരും ജട്ടി വിടും. അതിന്റെ ആവശ്യമില്ല. പ്രായം കൂടിയതിൻ്റെതാണ്. പ്രായം കൂടിയതിന്റെ ആയിരിക്കാം. എനിക്ക് ജട്ടി ഇഷ്ടം. അന്ന് ജഡ്ഡി ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. 3 എന്തോ ബാക്കിയുണ്ട്, വേണോ? വേണ്ട. ഡിസൈനൊക്കെ പോയി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അല്ല ജഡ്ഡി കൂടെ ഇടണ്ട, ഞാൻ തരാം. ഓക്കേടാ, അപ്പൊ ശരി. താങ്ക് യു വെരി മച്ച്.
ഹലോ ഹലോ ഗായ്സ് സന്തോഷമായോ? ഒരു മണി ഇരുമണി നിന്റെ പമ്പർ ചുക്കാൻ മണി, അതാണ് നമ്മളിവിടെ കാഴ്ചവെച്ച ബോഡി ഷോ എന്ന് പറയുന്നത്. പക്ഷേ ഇതൊക്കെയാണ് ഇവിടത്തെ കാർത്തിക്. ഇവൻ എന്ത് ചെയ്യും? അച്ഛനെ മാറ്റി ഇങ്ങനെയെങ്കിലും സിക്സ് പാക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഇറക്കിയെന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സിക്സ് പാക്ക് ആണ്. അത് ചെറുപ്പത്തിൽ അതുകൊണ്ട് സിക്സ് പാക്ക് ഉള്ള പയ്യന്മാരോട് ഇറക്കി. പിന്നെ എന്റെ കല്യാണത്തിന് ഇവൻ ഞാന് അച്ഛനെ ഓർത്തു, എന്റെ അമ്മയെ ഓർത്തു, നാട്ടുകാരെ ഓർത്തു. അതുകൊണ്ട് ജട്ടിയുടെ 1 ഇഞ്ച് കൂടുതലുള്ള നിക്കർ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഒരു കൂടുതൽ കല്യാണം ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ വേണ്ടിയിട്ടൊരു കാഴ്ച ഇനി ഞാൻ അവനെ നോക്കിയെന്നെ ഇങ്ങോട്ട് തന്നെ വേണ്ടി കാഴ്ച വയ്ക്കുന്നു. മുണ്ടില്ലാത്ത ഷോ നല്ല മണികിലിക്കമുള്ള ഒരു പണിയായി പോയി. എടാ നിന്റെ ചന്തയിൽ നിന്നാ 3 എണ്ണം. കാർത്തിക്കിന് അത്ര ഇഷ്ടമെന്ന് പറഞ്ഞു, അതുകൊണ്ട് സന്ധ്യയിൽ തന്നെ ഒട്ടിക്കാൻ പറഞ്ഞു. എനിക്ക് വിടവ് വരാമോ എന്റെ തല വെച്ചടച്ച് വല്ലാത്ത പണിയായി പോയി വെച്ചാണ്. എന്തായാലും ലവ് യു മാൻ. ഇതിന് ഹൈപ്പ് പ്രതീക്ഷിക്കുന്നവർ കാണുമായിരിക്കാം, ഹൈപ്പ് കുറഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നവരെ കാണുമായിരിക്കാം. പക്ഷെ നിങ്ങളെല്ലാം മനസ്സിലാക്കണം, എന്തൊക്കെ കാണിച്ചാലും ഇവൻ എന്റെ അനിയൻകുട്ടനാണ്, നല്ലൊരു ഫ്രണ്ടാണ്.